ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിൽക്കണം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജോലിയൊക്കെ ഇട്ടിട്ടും വീട്ടിൽ പോകാൻ പറഞ്ഞ് അങ്ങനെ പുള്ളി ഇത് നമ്മളവിടെ നിന്ന് പോരുക ചെയ്തത്. ഹസ്ബൻഡ് അതിനെ സമ്മതിച്ചില്ല. ഫാമിലി പ്രോബ്ലംസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മോന് 2 വയസ്സായപ്പോഴത്തേക്കും ഞങ്ങൾ പിരിഞ്ഞു. അവന് 2 വയസ്സായപ്പോൾ മുതൽ ഞാൻ 2-2.5 വയസ്സായപ്പോഴത്തേക്കും ഞാൻ വേറെ ജോലിക്ക് പോയി. ഒരു ജോലിയില്ലാതെ നിൽക്കാനും നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പ് കൈനീട്ടാതെ ജീവിക്കാൻ പറ്റണല്ലോ. എന്താ പറയുക, പുറകോട്ട് പോകാൻ പാടില്ല, നമുക്കും തന്നെ ജീവിക്കണം എന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു. സാറൊന്നിങ്ങനെ ഇവൻ്റെ വിറകിൽ നോക്കിയിട്ട് സീന എന്നിങ്ങനെ ഒന്ന് വിളിച്ചു തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് ദിസ് ഇസ് മൈ, ഇതാണ് എൻ്റെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് സാറേ. കാരണം അവനെ അത്ര ആക്കിയെടുക്കാൻ പറ്റിയില്ലോ. ചെല്ലുമ്പോഴേ ഇതുണ്ട്, പെണ്ണുങ്ങളാണോ ഈ പണിക്കൊക്കെ ഇറങ്ങണമെന്നുള്ള ആ രീതിയിൽ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ആ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 500 രൂപ കൊടുത്തെങ്കിൽ പുള്ളി ഒരാളെ കാണത്തുള്ളൂ. ഞാനൊന്നും മിണ്ടാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കാരണം അവർ ചെയ്യണതിന് വിലയുണ്ട്, നമ്മൾ ചെയ്യുന്നതിന് വിലയില്ല എന്നുള്ളത്. അതായത് നമുക്കിടെ പണിക്ക് വിലയില്ല എന്നുള്ളത്. നീ ഇതിനൊക്കെ തോന്നുന്നുണ്ടോ തനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നീ അത് ചെയ്തിട്ടുണ്ടോ നിന്നെ, അങ്ങനെയുള്ള ഒരുമാതിരി ഭീഷണിയിലുള്ള വർത്തമാനങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. വഴുക്കൽ അവോയ്ഡ് ചെയ്യുമ്പോഴല്ല, അതിൽ ചവിട്ടി വീഴാതെ നിൽക്കുമ്പോഴാണ് നീ ജയിക്കുന്നത്. അതിലെ പൊക്കോട്ടെ, ഞാൻ ഇതിലെ പൊക്കോളാന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴല്ല, അത് തരണം ചെയ്ത് അതിൽ ചവിട്ടിയിട്ട് നമ്മൾ വീഴാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. ഞാനത് ലോഞ്ച് ചെയ്തിട്ട് ഞാൻ എന്നെ വിളിച്ച ആൾക്കാർ അയച്ചു കൊടുത്തു. ഞാൻ ചെയ്തു കണ്ടോന്ന് ചോദിച്ചോണ്ട്. ജീവിതത്തിൽ തോറ്റുപോയ സമയത്തൊക്കെ അങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞവരും കണ്ടാൽ മിണ്ടില്ലാത്തവരും ഇപ്പം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. സംരംഭകയായാലും നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് നമ്മൾ എത്തിപ്പിടിക്കണം. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സംരംഭകത്വം അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? സംരംഭത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത്രയും കൂടി എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് ടാസ്കുകളും ഒരുപാട് പ്രയത്നങ്ങളും പരിശ്രമങ്ങൾക്ക് ഒടുവിലാണ് ആ വിജയം നമ്മളെ തേടിയെത്തുന്നത്. ഇപ്പൊ ഒരു വീട്ടമ്മ തന്റെ സാഹചര്യങ്ങൾ കൊണ്ട് സംരംഭകയാകുകയും ഇന്ന് കേരളത്തിന്റെ സംരംഭക ലോകത്ത് തൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്തുകയും ചെയ്ത ഒരു വീട്ടമ്മയായിരുന്ന വ്യക്തി സീന ചേച്ചിയാണ് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത്. ചേച്ചി, സ്വാഗതം സ്പാർക്കിലേക്ക്. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആദ്യമായി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7 വർഷമായിട്ടുണ്ടാകും. അന്ന് തുടങ്ങിയ യാത്ര ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഒരു അനിയത്തിയെ പോലെ കരുതി ഇന്നും ഉണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട് ചേച്ചി. എനിക്ക് ചേച്ചിയുടെ എല്ലാ കഥകളും അറിയാം, ചേച്ചിയുടെ നാട് വീടൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ചേച്ചിയുടെ നാട് എവിടെയാണ്? തൊടുപുഴയിലാണ്. ജനിച്ചത് വളർന്നൊക്കെ അവിടെ തന്നെ. പഠിച്ചത് എന്താ? പഠിച്ചത് ഞാൻ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി എന്നുള്ളൊരു ഇതായിരുന്നു, നമ്മുടെ ഈ +2 ഒക്കെ വരുന്നതിന് മുമ്പ്. അപ്പം ഞാൻ തൊടുപുഴ വുമൻ കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അന്നത്തെ നമ്മുടെ നാട്ടിൽ അന്ന് BSc കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടില്ല. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അന്നും എൻ്റെ ഒരു കസിൻ കമ്പ്യൂട്ടർ പഠിച്ചതുകൊണ്ട് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ പോയതല്ലാതെ കമ്പ്യൂട്ടർ ഒന്ന് എഴുതാനേ അന്ന് അറിയായിരുന്നുള്ളൂ. കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല, ഇത് എന്നാന്ന് അറിയത്തില്ല. നമ്മുടെ നാടാണെങ്കിൽ തൊടുപുഴയില്. ഇവിടെ നീ മദ്രാസിലേക്ക് പഠിക്കാൻ വേണ്ടി വിട്ടോ? അന്ന് കുഴപ്പമില്ലായിരുന്നു. കാരണം എൻ്റെ കസിൻ, ഈ പറഞ്ഞ കസിൻ അന്ന് മദ്രാസിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരത്തിന് ഞാൻ പതുക്കെ സോപ്പിട്ടു. ചേച്ചി കല്യാണം കഴിച്ചിട്ട് പോയതാണ് അവിടെ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു അച്ഛനാണ്, നമ്മുടെ സഭയിലൊരു അച്ഛനായിരുന്നു. അപ്പം അന്നേരം ചേച്ചിനെ സോപ്പിട്ട് ആണ് അപ്പം ഇങ്ങനെ അവിടുത്തെ അവരുടെ തന്നെ ഒരു സ്കൂളിനോട് അടുത്ത് തന്നെ ഒരു ചേർന്ന് തന്നെ സ്കൂളിൻ്റെ തന്നെ ഒരു മാനേജ്മെൻറ്റിൽ തന്നെ ഒരു വിമൻസ് കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ അഡ്മിഷൻ കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലോട്ടൊരു ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമായിരുന്നു. ഈ യൂണിവേഴ്സിറ്റികളുടെ പെർമിഷൻ വേണമായിരുന്നു എന്നെ ഇവിടുന്ന് വിടാനും അവിടെ അവർക്ക് ഇത് ചെയ്യാനും ഉള്ളൊരു ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള ലെറ്റർ വേണമായിരുന്നു. പിന്നെ ഈ കോളേജിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മദ്രാസിലെ മെട്രിക്കുലേഷൻ സ്കൂളുകളിലൊക്കെ +1 +2 കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കമ്പ്യൂട്ടർ എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, കണ്ടിട്ടില്ല. അതുകൊണ്ട് അതൊരു കടമ്പയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ ആ ഒരു പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സ് 2 മലയാളി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്നെ ഫിസിക്സും മാത്സും വെച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എന്നെ അവരവിടെ എടുത്തത്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ലൈഫിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ അത് വെച്ചിട്ട് നേടി. പക്ഷെ അന്ന് ജോലിക്ക് പോയോ? അന്ന് ജോലിക്ക് പോയ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ അപ്പം തന്നെ എനിക്ക് അവിടെ നമ്മുടെ ഏഞ്ചൽ ഫോം കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ. കാരണം ഞാൻ അവിടെ പഠിക്കാൻ ചെന്ന സമയത്ത് ഞാൻ മുതൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ചേച്ചിയുടെ
ചേച്ചിയുടെ ഹസ്ബൻഡ് അച്ഛനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ മിക്കവാറും അവിടുത്തെ പാസനേജിൽ തന്നെയായിരിക്കും വീക്കെൻഡിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ആ പള്ളിയിൽ ഒരു മെമ്പറായിരുന്നു ഈ ഏഞ്ചൽ ഫോമിന്റെ ഓണർ. അപ്പം അവിടെ അന്ന് അങ്കിൾ വന്നപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, നീ ജോലി പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കമ്പനിയിൽ ജോലി തരാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പരീക്ഷ കഴിഞ്ഞു, പിന്നെ ഞാൻ അവിടെ ജോലി സ്ഥിരമായി. ജോലി പക്ഷെ അന്നൊന്നും വലിയ സാലറി ഒന്നുമില്ല. 600 രൂപ 700 രൂപ അന്നത്തെ കാലാണ്. 93, 92, 93 കാലാണ്. ഞാൻ ഉണ്ടായിട്ടില്ല. അതെ, പിന്നെ ഇടയ്ക്ക് നൈസായിട്ടൊന്ന് പ്രായം പറഞ്ഞാണ്. അപ്പൊ എന്നിട്ട് ചേച്ചി അത് കഴിഞ്ഞിട്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്തോ? ആ ജോലി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടിലോട്ട് തന്നെ പോരേണ്ട വന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ദുബായിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ദുബായിൽ കുറേ നാൾ ജോലി. അവിടെ എന്തായിരുന്നു ജോലി? ദുബായിൽ ആദ്യം ഞാനൊരു HP പ്രൊഡക്ട്സിന്റെ ഒരു സെയിൽസ് കോർഡിനേറ്റർ ഒക്കെ ആയിട്ടായിരുന്നു. ഒരു മലയാളിയുടെ കമ്പനി തന്നെയായിരുന്നു നമ്മൾ ജോലി. അപ്പോഴും ഈ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള ജോലി അന്ന് പഠിച്ച കാര്യങ്ങളെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും. ബേസിക്, ഫോർട്രോൺ, കോബോൾ, പാസ്കൽ എന്നൊക്കെ പറഞ്ഞുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. അത് വേറെ എവിടെ ഉപയോഗിച്ചായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഡിപ്ലോമ എടുത്തു. അതിൽ നമ്മൾ പഠിക്കുന്നത് വേർഡ് സ്റ്റാർ, ലോട്ടസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ ഇപ്പോഴത്തെ വേർഡിന്റെയും എക്സലിന്റെയും ഒക്കെ ആദ്യ വേർഷൻ. അതാണ് ഡെവലപ്പായിട്ട് ഇപ്പം ഈ മൈക്രോസോഫ്റ്റും അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അന്നൊക്കെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലോപ്പി ഇട്ട് വലിയൊരു സാധനമായിരിക്കും കമ്പ്യൂട്ടർ, മോണിറ്റർ, പിന്നെ ഒരു CPU വലുത് വരണം. അങ്ങനെ എന്നിട്ട് അതിൻ്റെ അതൊരു ഫ്ലോപ്പി ഇട്ടൊക്കെയാണ് നമ്മൾ ബൂട്ട് ചെയ്യണത്. ബൂട്ടായി വരണമെങ്കിൽ തന്നെ 1.5 മണിക്കൂർ എടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് ഒരു ദുബായിലെ ജോലി എത്ര നാൾ കണ്ടിന്യൂ ചെയ്തു? ദുബായിലെ ജോലി കുറച്ച് നാൾ, 2002 വരെ. എന്ത് പറ്റി അതിന് ഡ്രോപ്പ് ചെയ്യാൻ കാരണം? അതിന്റെ ഡ്രോപ്പ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അതിന് സമ്മതിച്ചില്ല. ഒരു ദിവസം രാവിലെ പുള്ളി അവിടെ വന്നിച്ച് അവിടെ ഒരു ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിൽക്കണം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ജോലിയൊക്കെ ഇട്ടിട്ടും വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി നമ്മളവിടെ നിന്ന് പോരുക ചെയ്തത്. അങ്ങനെ വീണ്ടും നാട്ടിൽ വന്ന് സെറ്റിലായി. അങ്ങനെ നാട്ടിൽ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോനുണ്ടായി. അതൊക്കെ ആയിട്ട് പിന്നെ പിന്നെ കുറച്ച് ഫാമിലി പ്രോബ്ലംസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മോന് 2 വയസ്സായപ്പോഴത്തേക്കും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കേസും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കുറേ ഒരു 7-8 വർഷത്തോളം അതായി. പക്ഷേ അവന് 2 വയസ്സായപ്പോൾ മുതൽ ഞാൻ 2-2.5 വയസ്സായപ്പോഴത്തേക്കും ഞാൻ വേറെ ജോലിക്ക് പോയി. കാരണം ഒരു ജോലിയില്ലാതെ നിൽക്കാനും നമുക്ക് പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് ജോലി അത്യാവശ്യമായിരുന്നു, ജീവിക്കാനുള്ള വേണമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവനെ ആക്കിയിട്ട് ഞാനൊരു IT കമ്പനി തന്നെ എറണാകുളത്ത് സെയിം ഇതുപോലെ സോഫ്റ്റ്വെയറും വെബ്സൈറ്റും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി. അന്നൊക്കെ ഞാൻ പിന്നെ വെബ്സൈറ്റിനെ കുറിച്ച് പിന്നെ കേൾക്കണത് അങ്ങനെയാണ്. അന്നൊന്നും അതിനു മുമ്പുള്ള ആ ഒരു ഗ്യാപ്പ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെബ്സൈറ്റ് എന്നാന്നുള്ളത് ആദ്യം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറേ കൂടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ നമ്മളെ ബാക്ക് ടു ദ ട്രാക്ക് ആയി. പിന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പറ്റത്തില്ല, സമൂഹത്തിലൊരു നിലനിൽപ്പ് വേണം. പിന്നെ നമ്മളും തന്നെയല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുമ്പിൽ തന്നെയാണെങ്കിലും ജീവിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു വാശി തന്നെയായിരുന്നു. അങ്ങനെ എറണാകുളത്ത് മോന് 2 വയസ്സുള്ളപ്പോഴാണ് 2 വയസ്സുള്ളപ്പോൾ എറണാകുളത്ത് ജോലി കയറി. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവനെ ആര് നോക്കി? ഇവന് വീട്ടിൽ അമ്മയുടെ അടുത്ത് നഴ്സറി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ ടേക്ക് കെയർ ചെയ്തു. അമ്മയായിരുന്നു എനിക്ക് നല്ലൊരു സപ്പോർട്ട് എപ്പോഴും. കാരണം അപ്പ മരിച്ചിട്ട് അതിനും കുറെ നാൾ മുമ്പ് അപ്പ മരിച്ചതാ. പിന്നെ അമ്മയുണ്ടായിരുന്നുള്ളൂ വീട്ടില്. പിന്നെ എപ്പോഴാണ് ചേച്ചി അപ്പൊ ഈ എറണാകുളത്ത് നിന്ന് വീണ്ടും ചേച്ചി ജോലി റിസൈൻ? എറണാകുളത്ത് നിന്ന് ഞാൻ ഇവന് 1 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജോലി റിസൈൻ ചെയ്തു. 2009 ഞാൻ ജോലി റിസൈൻ ചെയ്തു. 2007 to 2009 ഞാൻ 2 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്തു. പക്ഷേ വെറുതെ ഇരിക്കാനും പറ്റത്തില്ലല്ലോ. നമുക്ക് ജോലിയില്ലാതെയും വരുമാനം ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. നമുക്കുടേതായിട്ട് വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പ് കൈനീട്ടാതെ ജീവിക്കാൻ പറ്റണല്ലോ. കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ കുറച്ച് സ്റ്റാഫ് അവർ ഇങ്ങനോട് പറഞ്ഞു, മാം കാരണം എനിക്ക് അവിടെ വെച്ച് തന്നെ കുറേ ക്ലയൻസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് അവർക്ക് ഓരോ വർക്കുകൾക്കൊക്കെ വല്ല വേണമെങ്കിൽ അവരെന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ വർക്കുകൾ ഈ ഇവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് തന്നെ പാർട്ട് ടൈമായിട്ട് അവരുടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ചെയ്ത് അങ്ങനെ ഡെലിവറി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അത്യാവശ്യം വർക്കൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാസം ഒരു 4-5 വർക്കൊക്കെ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് വന്നപ്പോഴാണ് ഒരു ഓഫീസ് തുടങ്ങിയത് കാക്കനാട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചേച്ചി ഒരു സംരംഭകയാവുകയാണ്. സംരംഭം എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല കേട്ടോ. നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴി ഇതാണ്. അപ്പൊ അതിനോട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആയപ്പോഴാണ് ഈ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ സംരംഭം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴോ ഞാനൊക്കെ ഇതായിരുന്നോ എന്നൊരു തോന്നൽ എനിക്കുണ്ടാകണോ, ഞാൻ വലിയ പുള്ളിയാണല്ലോ എന്നുള്ളൊരു തോന്നലപ്പം. ഈ വെബ്സൈറ്റ് ഒക്കെ പയ്യെ കേട്ടു തുടങ്ങിയ സമയത്താണ് ചേച്ചി വരുന്നത്.
അപ്പൊ ചേച്ചിയുടെ ആദ്യത്തെ വർക്ക് ആരുടെ ആയിരുന്നു? ആദ്യത്തെ വർക്ക് എന്ന് വിചാരിച്ചാൽ എനിക്ക് ഓർമ്മ ഇതാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഒരു ദിവസം ഞാൻ തൊടുപുഴയിൽ നിന്ന് ബസ്സിൽ പോരുമ്പോൾ മൂവാറ്റുപുഴ വന്നപ്പോൾ അവിടെ ഒരു ഇപ്പോഴത്തെ അരമനപ്പള്ളിയുടെ ഓപ്പോസിറ്റ്, അതായത് ഇപ്പോഴത്തെ സെൻട്രൽ മോളോ ഗ്രാൻഡ് മോളോ അതാണ് മൂവാറ്റുപുഴ അല്ല അരമനപ്പള്ളിയുടെ താഴെ ഒരു ബിൽഡിംഗ് വലിയൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ബോർഡ് നോക്കിയപ്പോൾ അവിടെ സേഫ് മെട്രിക്സ് എന്നുള്ളൊരു ബോർഡ് കണ്ടു. അപ്പോൾ ബോർഡിൽ നമ്പർ ഇടും. അന്ന് നമുക്ക് ഈ ഫോണിൽ ഫോട്ടോ എടുക്കാൻ അങ്ങനെ സ്മാർട്ട് ഫോണൊന്നും അല്ല നമ്മുടെ കയ്യിൽ, ചെറിയ സാധാരണ ഫോണൊക്കെ. അന്നൊന്നും ടച്ച് ഫോണൊന്നും ആയിട്ടില്ല, അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ നമ്പർ ഞാൻ എഴുതിയെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഓഫീസിൽ വന്നിരുന്നുകൊണ്ട് വിളിച്ചു, നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സേഫ് മെട്രിക്സ്, അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് ഇതായിരുന്നു. അപ്പോൾ ആ വർക്കാണ് എൻ്റെ ഓർമ്മയിൽ അതാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ കുറച്ച് സ്കൂളുകൾ ഞാൻ ബേസ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് കുറച്ചുകൂടെ സ്കൂളുകളിൽ എന്ന് പറയുമ്പോൾ കൂടുതലും മിക്കവാറും CBSE സ്കൂൾസിലൊക്കെ ലേഡീസ് ആയിരിക്കും പ്രിൻസിപ്പൾസ്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കുറച്ചുകൂടെ ഗ്യാപ്പില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് സ്കൂളുകൾ, പർവ്വത്തുള്ളൊരു ഹോളി ക്രോസ് സ്കൂൾ, അത് 2-3 വർഷമേ ചെയ്തുള്ളൂ. അതിൻ്റെ ചെയ്തു. അത് കഴിഞ്ഞ് കളമശ്ശേരിയിലുള്ളൊരു വെളിയിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും അവരുടെ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് നാളൊക്കെ ചെയ്ത വർക്കുകൾ അവരുടെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ വന്നു. അപ്പൊ ഈ എറണാകുളത്തേക്ക് ഓഫീസായിട്ട് മാറുന്ന ഏത് വർഷമാണ്? എറണാകുളത്തേക്ക് ഓഫീസായിട്ട് മാറുന്നത് 2010. ഞാൻ വന്ന ഓഫീസ് തന്നെയാണോ? അതെ അതെ, ആ ഓഫീസ് തന്നെ. അല്ല, അതിന് മുമ്പ് വേറൊരു ഓഫീസായിരുന്നു. അത് ഇപ്പൊ കാക്കനാട് അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതൊരു ചെറിയൊരു അത് ഒരു ദിവസം അതിലെ ബസ്സിൽ പോകുമ്പോൾ സ്പേസസ്, അന്ന് എറണാകുളത്തേക്ക് ഒരു ഓഫീസ് ഇടണം എന്നുള്ള ഒരു ഇത് തോന്നി. അപ്പോൾ സ്പേസ് ഫോർ റെന്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ചോദിച്ചു. അപ്പോഴും 1500 രൂപ ഉണ്ടായിരുന്നുള്ളൂ റെന്റ്. കാരണം എനിക്ക് അന്നേരം അതേ ഉള്ളൂ, ഒരു 3 പേർക്ക് ഇരിക്കാം, അതിനുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് തുടക്കത്തിൽ നമുക്കറിയത്തില്ല എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മളുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ടാണല്ലോ നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ഓഫീസായിട്ട് തുടങ്ങുന്നത്. അപ്പം എന്നിട്ട് 1-2 ലേഡീസ് സ്റ്റാഫ്സ് ആയിരുന്നു. ഞാൻ കൂടുതലും ലേഡീസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ പെൺകുട്ടികളെ തന്നെയായിരുന്നു ഞാൻ പ്രിഫർ ചെയ്തത് സ്റ്റാഫായിട്ട്. പക്ഷേ 2 പേർക്ക് നല്ല പണി തന്നിട്ട് പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ അന്നേരത്തേക്കും പിന്നെ നമുക്കിങ്ങനെ ഈ പ്ലേസ്മെൻറ്റ് ഏജൻസികളൊക്കെ ആയിട്ട് കണക്ഷനായി. അപ്പോൾ അങ്ങനെ എനിക്ക് വേറെ 2 കുട്ടികളെ കിട്ടി. ഒരു കോതമംഗലത്തുള്ളൊരു പയ്യനും പിന്നെ പെരുമ്പാവൂരുള്ളൊരു പയ്യനും. അവർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നാണ് ഞാനിങ്ങനെ ബിൽഡ് ചെയ്ത് പിന്നെ എനിക്ക് ദുബായിൽ നിന്നുള്ള 2-3 വർക്കുകൾ വന്നു ഫ്രണ്ട്സ് വഴി. അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഓഫീസ് തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, മാക്സിമം 2 വർഷം. അതിനു മുമ്പിൽ ഇതിലും നല്ലൊരു ഓഫീസിലോട്ട് എനിക്ക് മാറണം എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. 2.5 വർഷമായപ്പോഴത്തേക്കും സീപോർട്ട് എയർപോർട്ട് റോഡിൽ തന്നെ നല്ലൊരു സ്പേസ് കിട്ടി. അങ്ങോട്ട് മാറി 9 പേര് 10 പേരുള്ള സ്റ്റാഫായി. അങ്ങനെ നല്ല രീതിയിൽ ആ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോഴും ലേഡീസായിരുന്നു, 1-2 ജെൻസ് ആമ്പിള്ളേരുണ്ടായിരുന്നത്, ബാക്കിയെല്ലാം ലേഡീസ് ആയിരുന്നു എനിക്ക് സ്റ്റാഫ്. അവരെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ ഇതിനിടയ്ക്ക് എപ്പോഴും ചേച്ചിനെ വിളിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു ഓഫീസ് വൈൻഡപ്പ് ചെയ്തു, തിരിച്ച് ഞാൻ തൊടുപുഴയ്ക്ക് വന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു അത്? കൊറോണയുടെ സമയത്ത് നമ്മൾ ലോക്ക്ഡൌണിന്റെ ആ ടൈമിൽ നമ്മൾ ഓഫീസ് എല്ലാവരും, പിന്നെ ഈ പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ കൊറോണയുടെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർച്ചിലൊക്കെ ഏപ്രിലൊക്കെ മാർച്ച് എൻഡിലാണല്ലോ നമുക്കൊരു ലോക്ക്ഡൗൺ വരണം. ആ മാർച്ച് ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വീട്ടിൽ സുഖമില്ലാതെയായി. അപ്പോൾ എനിക്കൊന്നും ഇവിടെ വരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ തൊടുപുഴ വന്നു പോകുമായിരുന്നു, ഡെയിലി അവിടുന്ന് കാക്കനാട് വന്നു പോകുമായിരുന്നു. ബസ്സിന് വരും ബസ് നമ്മളേറ്റവും ഇപ്പോഴും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണം എൻ്റെ ബസ്, കാരണം ലോ കോസ്റ്റ് ആണ്. പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതിൽ അങ്ങനെയുള്ളൊരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് വയ്യാതെയായി, അമ്മ ഹോസ്പിറ്റലൈസ്ഡായി, എനിക്കൊന്നും വരാനും പറ്റത്തില്ല. പിന്നെ എൻ്റെ 2 സ്റ്റാഫിന് ചെറിയ കുട്ടികളുണ്ട്. ഒരാൾ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജോലി ചെയ്യണത്, ഒരാൾ പറവൂർ ആ സൈഡിൽ ഉള്ള വീടുള്ളവരുവാ. അപ്പം ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആകുമ്പോഴത്തേക്കും ആ കൊറോണ ആദ്യം തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയല്ലേ, ബസ്സിലൊക്കെ ആൾക്കാർ കുറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇവർ വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ഓടിച്ചെല്ലുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളാണ്, ഇവർക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. കാരണം പിന്നെ അവർക്ക് അങ്ങനെയുള്ള ഒരു ഇത് വന്നു. കാരണം ഈ കൊറോണയുടെ അങ്ങനെ കാരണം ഭയങ്കര ഒരു പേടിയല്ലായിരുന്നു നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലേഡീസിനോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഒരു സമയം അത് ഈ ആ പിള്ളേർ മാത്രം, അവരും ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരായിരുന്നു. അപ്പോൾ അവർ മാത്രം ഓഫീസിൽ വന്നു. പിന്നെ ആ മാർച്ച് അവസാനത്തോടു കൂടി കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയപ്പോൾ കംപ്ലീറ്റ് എല്ലാവരും ഓഫീസ് അടച്ച് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴല്ലേ ലോക്ക്ഡൗൺ കഴിഞ്ഞത്. അപ്പോഴും ഞാൻ അത് തന്നെ അവർക്ക് താല്പര്യമല്ല,
അത് കണ്ടിന്യൂ ചെയ്താൽ മതി, അവർ കംഫർട്ടബിൾ അതുമായിട്ട്. പിന്നെ ഞാൻ ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തീർക്കുന്ന ഒരു പ്രോജക്റ്റ് എനിക്കൊരു 10 ദിവസം കൊണ്ട് തീർക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ക്ലയൻസിന് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു ഇത് കൊടുത്താൽ മതി. കാരണം ഈ ലേഡീസ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുൾ ടൈം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചുങ്ങളുടെ കരച്ചിലല്ലാതായി അവർക്കുടെ പനി അങ്ങനെ പല പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ അവർ മിക്കവാറും രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പോഴും എൻ്റെ സ്റ്റാഫ്. ചേച്ചിയുടെ സ്ത്രീ എന്നുള്ള പരിഗണന അവർക്ക് കൊടുക്കുന്നുണ്ട്. ചേച്ചിയുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയേക്കുന്നുണ്ട്. സിംഗിൾ മദറാണ്. മോൻ്റെ 2 വയസ്സ് മുതൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി സംരംഭകയായ ആളാണ്. ചേച്ചിയുടെ മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു? എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ അമ്മയായിരുന്നു. പിന്നെ നമ്മൾ മുന്നേറണം, ആരുടെയും മുമ്പിൽ നമുക്ക് എന്താ പറയുക, പുറകോട്ട് പോകാൻ പാടില്ല, നമുക്കും തന്നെ ജീവിക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തോടെ നടക്കുമ്പോൾ മുറ്റത്ത് ഇങ്ങനെ കരിങ്കല്ലിട്ടേക്കണം മുറ്റ. അപ്പോൾ മൊത്തം മഴയത്ത് മുഴുവനായിട്ട് ഇങ്ങനെ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടക്കും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നടന്ന് ഇങ്ങോട്ട് പോയി ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ ഈ പായലില്ലാത്ത സ്ഥലം, പുല്ല് പിടിച്ച സ്ഥലത്തോടെ നടക്കാനായിട്ട് പോകുമ്പോൾ അപ്പം പഠിക്കണതിന് മുമ്പാണ്. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറയണ്ടായിരുന്നു, ഇങ്ങനെ വഴുക്കൽ അവോയ്ഡ് ചെയ്യുമ്പോഴല്ല, അതിൽ ചവിട്ടി വീഴാതെ നിൽക്കുമ്പോഴാണ് നീ ജയിക്കുന്നതെന്ന്. പക്ഷെ അന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു എന്താ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ അതിനോട് അന്നത്തെ അത്ര വലിയ പ്രായമുള്ളൂ. അത് കഴിഞ്ഞ് ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പ്രതിസന്ധികൾ അതതിലെ പൊക്കോട്ടെ, ഞാനിതിലെ പൊക്കോളാന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴല്ല, അത് തരണം ചെയ്ത് അതിൽ ചവിട്ടിയിട്ട് നമ്മൾ വീഴാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ് എനിക്ക്. ചേച്ചി ലൈഫിൽ ഏറ്റവും വലിയൊരു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ മിസ്സിങ് അമ്മയായിരിക്കും. അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മയാണ്, ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതാണ്. ചേച്ചിനെ ശരിക്കും പറഞ്ഞ ഒരു ഓൺട്രപ്രണർ ആയിട്ട് വളർത്തിയെടുക്കാൻ അമ്മയ്ക്ക് വലിയൊരു റോൾ ഉണ്ടല്ലേ? അത് പക്ഷെ ഇങ്ങനെയാന്നുള്ളൊരു അറിഞ്ഞോണ്ടല്ല, പക്ഷെ അതിനൊരു ബാക്ക് ബോൺ എന്ന് പറയാം. എല്ലാ സപ്പോർട്ടും തരുമായിരുന്നു. ചേച്ചി തിരിച്ച് അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോൾ ചേച്ചിനെ വിളിച്ചാലും ചേച്ചി പറയും, എടി ഞാൻ വീട്ടിലെ അമ്മയ്ക്ക് വയ്യ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പോന്നിട്ടില്ല അമ്മയുടെ അടുത്താ. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം ഇപ്പം പ്രായമുള്ള ആളുകളെ നോക്കാത്തൊരു കാലഘട്ടത്തിലാണ് ചേച്ചി അമ്മയെ അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്നത്. അത് ചേച്ചിയുടെ വലിയൊരു അനുഗ്രഹമാണ്. അത് മുന്നോട്ട് ചേച്ചിക്ക് ലൈഫിൽ എല്ലാ കാലവും ഉണ്ടാവുകയും ചെയ്യും. അമ്മയുടെ പ്രാർത്ഥനയും ഇതും എല്ലാ കാലം. ചേച്ചി തിരിഞ്ഞു നോക്കുമ്പോ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. അങ്ങനെ ഒരു മൊമെന്റ് ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് പറയും? അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ മോനുകളുടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ, അപ്പോൾ പണ്ട് ഒത്തിരി മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു സാറിനെ ഞാൻ കണ്ടു. ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കണയാളാണ്. അപ്പോൾ ഞാനിങ്ങനെ സാറിങ്ങനെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടെ എൻ്റെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ കൂടെ എൻ്റെ പടങ്ങളും അവൻ്റെ പടങ്ങളൊക്കെ മോൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ട്. എങ്കിലും സാറൊന്നിങ്ങനെ ഇവൻ്റെ വിറകി നോക്കിയിട്ട് സീന എന്നിങ്ങനെ ഒന്ന് വിളിച്ചു തന്നെ. അപ്പം ഞാൻ പറഞ്ഞത് ദിസ് ഈസ് മൈ, ഇതാണ് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സാറേ. കാരണം അവനെ അത്ര ആക്കിയെടുക്കാൻ പറ്റിയില്ലോ. എനിക്ക് രണ്ടുപേർക്ക് സങ്കടം വരും. കാരണം അവന്റെ ഒരു 7-8 വർഷമായിട്ടുള്ള അവന്റെ വളർച്ച ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ സ്ട്രഗിൾസും നമ്മൾ കാണുന്നുണ്ട്. അത് കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര ഇമോഷണലായി. അവന്റെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും ഭയങ്കര ഇമോഷണലാണ്. അത് പിന്നെ വേറെ ആരെങ്കിലും കരയണണ്ട, എൻ്റെ കാര്യത്തിൽ സങ്കടത്തിൽ ഞാൻ കരയത്തില്ല. വേറെ ആരെങ്കിലും കരയണണ്ട, വേറെ വല്ല മരിച്ചു വീട്ടിൽ ഞാൻ കിടന്ന് കരയും. അവിടുത്തെ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം ചേച്ചി ഒരുപാട് ജാക്കബൈറ്റ് സഭയുടെ ഒരുപാട് വർക്കുകൾ ചെയ്തു. സഭയുടെ എന്ന് പറഞ്ഞാൽ സഭയുടെ സെമിനാരിയുടെ ഒരു വർക്കാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ അത് എൻ്റെ ഞങ്ങളുടെ പള്ളിയുടെയൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ അതിലൊന്നും വലിയ ഇതില്ല. പക്ഷെ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നാട്ടിൻപുറമല്ലേ, അവർക്കും അറിയത്തില്ല ഈ സഭയുടെ നമ്മുടെ പള്ളിയുടെ വെബ്സൈറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്താ അത്ര ഗുണം എന്നുള്ള ആൾക്കാർ നമ്മുടെ പള്ളിക്കാർ തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഇതാണ്. അതിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് സഭയുടെ സെമിനാരിയുടെ വർക്ക് എനിക്ക് വേറൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു അച്ഛൻ വഴിയാണ് എനിക്ക് തിരുമേനിയായിട്ട് പരിചയം വന്നത്. അവിടുത്തെ റെസിഡൻറ്റ് മെട്രോപൊളിറ്റൻ ദൈവഫിലിസ് തിരുമേനിയായിട്ട്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പലയിടത്തുനിന്നും ഇതും ഭീഷണി കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കന്ന്. കാരണം അത് നേരത്തെ ഇത് ചെയ്തവർ നീ നിനക്ക് തോന്നുന്നുണ്ടോ തനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നീ അത് ചെയ്തിട്ടുണ്ടോ നിന്നെ അങ്ങനെയുള്ള ഒരുമാതിരി ഭീഷണിയിലുള്ള വർത്തമാനങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനത് കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. പക്ഷേ നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തൊരു വലിയ ഒരു ഇതായിട്ട് തന്നെയാണ് സെമിനാറിൽ അത് ഒരു നല്ലൊരു ഫംഗ്ഷനായിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനത് ലോഞ്ച് ചെയ്തിട്ട് ഞാൻ എന്നെ വിളിച്ച ആൾക്കാർ അയച്ചു കൊടുത്തു, ഞാൻ ചെയ്തു കണ്ടോയെന്ന് ചോദിച്ചോണ്ട്.
അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ്, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ഇതാണ്. പിന്നെ അതാണ് എൻ്റെ ഇതിലൊരു മൈൽ സ്റ്റോണോ അല്ലെങ്കിൽ ഒരു റീച്ച് കിട്ടിയ ഒരു ഇതെന്ന് പറയാം, നമ്മളെ ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. കാരണം സെമിനാരി എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾ അറിയണ ഒരു സ്ഥാപനമാണ്. അവിടുത്തെ തിരുമേനി ഇപ്പോഴും പറയും സെമിനാരിക്ക് ഒരു മുഖം ഉണ്ടാക്കി തന്നത് സീനയാന്നുള്ള അങ്ങനെ പറയും. ഇപ്പോഴും അവിടുത്തെ എല്ലാ ഡിസൈൻ വർക്കുകളും അങ്ങനെയുള്ള പേര് എനിക്ക് തോന്നുന്നു സഭയിലെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന തിരുമേനിമാരൊക്കെ ആയിട്ട് അവര് നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ചേച്ചി എത്ര വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത്രയും വർഷത്തെ സംരംഭക യാത്ര? 350 വർക്കുകൾ. അതെല്ലാം ഇപ്പൊ നമ്മുടെ കയ്യിലില്ലെങ്കിലും ചിലർക്കൊക്കെ മാറിപ്പോകാം നമ്മുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ വേറെ സർവീസ് എടുത്ത് പോകാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വർക്കുകളും ബ്രാൻഡിങ് പോലെ നമ്മൾ ചെയ്തു. എന്തൊക്കെ സർവീസുകൾ? നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞു, നമ്മൾ കഥയൊക്കെ പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ പേര് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ എൻ്റെ കമ്പനിയുടെ പേര് ഗ്രീൻ ഐ സൊല്യൂഷൻസ് എന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ കൊറോണ കാലമൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഫ്ലൈ ഓൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട്. ഫ്ലൈ ഓൺ ടെക്നോളജീസ്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ചേച്ചി അത് എടുത്തോളാൻ പറഞ്ഞ് അവനെനിക്ക് ആ ഇത് തന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വർക്ക് ഫ്രം ഹോമായി എനിക്ക് ഇവിടുത്തെ അഡ്രസ്സും കാണിക്കാൻ പറ്റത്തില്ലാത്ത ഇത് തോന്നുമ്പോൾ ഞാൻ ഫ്ലൈ ഓൺ ടെക്നോളജീസ് എൻ്റെ വീട്ടിലെ അഡ്രസ്സിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. അപ്പൊ അങ്ങനെ ഫ്ലൈ ഓൺ ടെക്നോളജീസ് അതാണ് കമ്പനിയുടെ പേര്. ഇത്ര നേരം കഥയൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോഴാണ് കമ്പനിയുടെ പേര് ചോദിക്കുന്നത്. അപ്പൊ സീന എന്നുള്ള പേരും കമ്പനിയുടെ പേരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ നന്നായിട്ട് അറിയാം. ചേച്ചി എല്ലാ കമ്മ്യൂണിറ്റികളിലും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. എന്താണ് നമ്മുടെ ഫ്ലൈ ഓൺ ടെക്നോളജീസിന്റെ ഒരു ഫ്യൂച്ചർ? ചേച്ചി എന്താണ് മുന്നോട്ട് കാണുന്നത്? ഇപ്പോൾ ഒരു സംരംഭകന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു സംരംഭകന് ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അത് തുടങ്ങുന്ന ആൾക്ക് ആദ്യം മുതൽ ഉള്ള സർവീസുകളെല്ലാം കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അതായത് ഒരു ലോഗോ ഡിസൈൻ മുതൽ അവരുടെ ബിസിനസ് കാർഡ്സ്, ബ്രോഷേഴ്സ്, ഇവൻ എല്ലാ ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ മുതൽ ഇപ്പോഴത്തെ ആപ്പ് ഡെവലപ്മെൻറ്റ് വരെ, ആപ്ലിക്കേഷൻ വരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് തുടർന്നുകൊണ്ട് പോകണം. പിന്നെ ഇനി ആപ്പ് ഡെവലപ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നതെന്നാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റണം. എനിത്തിങ് റിലേറ്റഡ് ടു ഇൻ്റർനെറ്റ്, ഭൂമിയുടെ താഴെ ഇൻ്റർനെറ്റിൽ കൂടി ചെയ്യാവുന്ന എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ലേഡി എന്ന നിലയിൽ വളരെ പല 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 സ്റ്റേജുകളിൽ കൂടെ കടന്നു പോന്നിരിക്കുന്ന ഒരാളാണ്. ഫാമിലിയിലും അതുപോലെ തന്നെ ഈ ഒഫീഷ്യൽ ഇതിലാണെങ്കിലും സംരംഭക തലത്തിലും നമുക്ക് പല ഇതും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു പെൺകുട്ടികൾക്കും എൻ്റെ മോൻ വഴിയോ അല്ലെങ്കിൽ നമ്മളറിയണ ഒരു ഇത് വഴിയോ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാവരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടുള്ള അവനെ അതുപോലെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഇപ്പൊ ഈ ബിസിനസ് തുടങ്ങി, വെബ്സൈറ്റിന്റെ വർക്കിന് വേണ്ടി പോയി തുടങ്ങി, ഈ ചെന്നപ്പോ തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ വർക്കൊക്കെ തന്നോ? അങ്ങനെയൊന്നുമില്ല. ചില വർക്കുകളൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വോട്ടേഷൻ ഇപ്പം നമുക്ക് തന്നെ അറിയാം. എല്ലായിടത്തും ഇൻ്റർനെറ്റിൽ ഈവൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാമായിരുന്നു 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് വെബ്സൈറ്റ് കിട്ടും. പിന്നെ എന്തിനാ നിങ്ങളുടെ ഇത്രയുള്ള ഇതുള്ളതെന്ന് വെച്ചാൽ ഞാൻ വലിയ കത്തിയായിട്ടൊന്നും ചാർജ് ചെയ്തില്ല. ഞാൻ ഒരു മിനിമൽ റേറ്റിൽ മാത്രമേ ഞാൻ ചാർജ് ചെയ്യത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിലുള്ളവർ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, യു ആർ നോട്ട് ഡൂയിങ് ബിസിനസ്, യു ആർ ഡൂയിങ് എ സർവീസ്, ചാരിറ്റി എന്നതാണ് ഉപയോഗിക്കുന്നത്. ഇത്ര വില കുറച്ചൊന്നും അല്ല വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റാഫിന് കൊടുക്കാനുള്ളതും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണം. അല്ലാതെ അതുകൊണ്ട് ഒത്തിരി സമ്പാദിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എല്ലാവർക്കും ഇപ്പം ഞാൻ കൂടുതലും ലേഡി ഓൺടർപ്രണേഴ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള ഒരാളുമാണ്. കാരണം ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലേഡീസിന് മാത്രമല്ല ഒരു ഓൺടർപ്രണർക്ക് ഒരു വെബ്സൈറ്റ് ചെയ്യാൻ പൈസ ഇല്ല എന്നുള്ളൊരു ഇതുകൊണ്ട് ആരും വെബ്സൈറ്റ് ചെയ്യാതിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് വെബ്സൈറ്റ് അത്യാവശ്യമാണ്. വെബ്സൈറ്റാണ്, അതാണ് അവരുടെ ഫേസ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരാൾക്ക് പൈസ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ പൈസ കൂടിയത് കൊണ്ട് വെബ്സൈറ്റ് ചെയ്യാതിരിക്കരുത് എന്നൊരു ആഗ്രഹം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വലിയ വലിയ രീതിയിൽ ആളുകളുടെ അടുത്ത് വലിയൊരു എമൗണ്ട് ചാർജ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എല്ലാവരും പറഞ്ഞേക്കണ്ട് ഈ 5000 രൂപയുടെ വെബ്സൈറ്റ്, 7000 രൂപയുടെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ 10000 രൂപയുടെ വെബ്സൈറ്റ്, ഇതേ കൊട്ടേഷൻ തന്നെയായിരിക്കും, ഇതേ സർവീസ് തന്നെയായിരിക്കും വേറൊരാൾ 30000 രൂപയ്ക്കും 50000 രൂപയ്ക്കും ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഇവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞുള്ള ഒരു വ്യത്യാസം. ഇപ്പം നമുക്ക് ആണെങ്കിലും നമ്മുടെ സാധാരണ കടകളിൽ ചെറിയ സൂപ്പർ മാർക്കറ്റുകളും വലിയ സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട്. അത് തമ്മിലൊരു വ്യത്യാസം നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യണം? വെബ്സൈറ്റ് ചെയ്തു കൊടുക്കാൻ ആർക്കും പറ്റും. അത് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും വിളിച്ച് അവരുടെ സർവീസുകളെല്ലാം നമ്മൾ വീണ്ടും ചെയ്തു കൊടുക്കുമ്പോഴാണ് അവർക്ക് വേണ്ട സർവീസുകൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ്. ആഫ്റ്റർ സെയിൽ സർവീസ് എന്നല്ല. ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പീരിയോഡിക്കലി അതിൻ്റെ സർവീസ് ചെയ്ത് കഴിഞ്ഞ് പോയെങ്കിലേ നമുക്കതിൻ്റെ ശരിക്കുള്ളൊരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ. അതെ,
അതുപോലെ തന്നെയാണ് വെബ്സൈറ്റിൽ. നമ്മളിപ്പോൾ സാധാരണ ആദ്യമൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വഴിക്കട പോകുമ്പോൾ നമ്മൾ ഒരു നമ്പർ എഴുതിയെടുക്കും, എന്നിട്ട് വെബ്സൈറ്റ് വേണമെന്നൊക്കെ ചോദിച്ച് വിളിക്കും, അങ്ങനെയൊക്കെ. പിന്നെ സ്കൂൾസിനൊക്കെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ CBSE സ്കൂൾസിനൊക്കെ അവർക്ക് വെബ്സൈറ്റ് വേണമെന്നുള്ളൊരു നിർബന്ധം അവരുടെ CBSEയുടെ നോംസിലുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ വർക്കൊക്കെ കിട്ടാൻ നമുക്ക് എളുപ്പമാണ്. കൂടുതൽ ഞാൻ പറഞ്ഞില്ലോ, ലേഡീസ് ആയിരിക്കും പ്രിൻസിപ്പൾസ്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ വർക്കുകളൊക്കെ കിട്ടാൻ നമുക്ക് എളുപ്പമുണ്ട്. ആ ഒരു റോളിൽ വെച്ചിട്ട് നമുക്ക് ഇത് കയറും. പിന്നെ ഞാൻ സെമിനാരിയുടെ വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭയുടെ തന്നെ ഒരു കോളേജിൻ്റെ വർക്കിന് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വെബ്സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ തന്നെ ഇപ്പം പെരുമ്പാവൂർ റീജിയണിലെ കൊനോണിയ എന്നുള്ളൊരു ഇതുണ്ട്, അഫ്രം തിരുമേനിയുടെ ഇതിലുള്ള. അപ്പോൾ അവിടുത്തെ എല്ലാ വർക്കുകളും തന്നെ നമ്മളാണ് ചെയ്യണത്. സെമിനാരിയുടെയൊക്കെ വർക്ക് കണ്ടു കഴിഞ്ഞിട്ടാണ് എന്നെ അവരെ വിളിച്ചിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കിട്ടിയൊരു വർക്കാണ്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്, ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, കൊനോണിയയുടെ തന്നെ ബിഷപ്പ് ഹൗസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കോളേജിൻ്റെ മാനേജർ അവിടെ വന്ന് നമ്പർ ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോഴേ എനിക്ക് അതിന് വിളിക്കണതിന് നമ്പർ മേടിച്ചപ്പോഴേ എനിക്ക് ഇൻറ്റിമേഷൻ കിട്ടി, സംഭവം മേടിച്ചോണ്ട് പോയിട്ടുണ്ട് കേട്ടോ ചേച്ചി. അപ്പോൾ അതൊരു ഭയങ്കര നമുക്ക് സന്തോഷമില്ല. കാരണം നമ്മളോട് ഒരാൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ വിളിച്ച വർക്ക് തരുമ്പോൾ അവിടുത്തെ കോളേജ് ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിലും സ്കൂൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് ലേഡീസ് ഇല്ല. ചേച്ചി തുടക്ക കാലഘട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ചെല്ലുമ്പോഴേ ഇതുണ്ട്, പെണ്ണുങ്ങളാണോ ഈ പണിക്കൊക്കെ ഇറങ്ങണമെന്നുള്ള ആ രീതിയിൽ ആൾക്കാർ അതുണ്ട്. പിന്നെ ചിലയിടത്ത് നമ്മൾ കൊടുക്കണ ഒരു കോട്ട, അല്ലെങ്കിൽ നമ്മൾ അവരുടെ റിക്വയർമെൻ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഇതിനൊരു ഏകദേശം ഇത്ര രൂപ ആകുമെന്ന് നമ്മൾ പറയുമ്പോൾ അതിലും കുറയ്ക്കാൻ പാടില്ല. അങ്ങനെയെങ്കിലും അത് വലിയ വലിയ ആൾക്കാർ മീൻസ് നല്ല പിന്നെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചത് അത് ഇതിൽ ഒരു 8 രൂപയ്ക്ക് 9 രൂപയൊക്കെ ചെയ്തു തരാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഒരു ഹോസ്പിറ്റൽ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ആ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 500 രൂപ കൊടുത്തെങ്കിൽ പുള്ളി ഒരാളെ കാണത്തുള്ളൂ. കാരണം അപ്പം ഞാനൊന്നും മിണ്ടാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. കാരണം അവർ ചെയ്യണതിന് വിലയുണ്ട്, നമ്മൾ ചെയ്യണതിന് വിലയില്ല എന്നുള്ളത്. അതായത് നമുക്കിടെ പണിക്ക് വിലയില്ല എന്നുള്ള രീതി. അങ്ങനെയുള്ളവരുടെ വർക്ക് എനിക്ക് താല്പര്യമില്ല. വർക്ക് വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന പല സംഭവങ്ങളും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ അത്ര വലിയൊരു ചാർജ് ചെയ്യണ ഒരാളല്ല. പക്ഷെ നമ്മളോട് അവർ പെരുമാറുന്ന രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക്, പക്ഷേ എന്നാൽ ഈ ലേഡി ആണെന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് കിട്ടുന്ന ഇതുണ്ട്. എനിക്ക് 2 വർഷം മുമ്പ് എനിക്ക് ദുബായിൽ നിന്നൊരു കോൾ വന്നു. എനിക്കൊരു മെസ്സേജാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്നെ ആരെങ്കിലും റെഫർ ചെയ്തതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി അല്ലേന്ന് ചോദിച്ചിട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ നമ്പർ എനിക്കൊരു ഇത് ചെയ്യണം. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് എൻ്റെ കോൺടാക്റ്റ് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് കിട്ടി. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നെറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കേരളത്തിൽ എന്തോരം ഇപ്പം സിറ്റിയിൽ, എറണാകുളം സിറ്റിയിലും എന്തോരം പേര് ഇത് ചെയ്യുന്നവരുണ്ട്, വെബ്സൈറ്റ് ചെയ്യുന്നവരുണ്ട്, ഹൗ കം യു സെലക്ട് മീ എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, യു ആർ ദ ഓൺലി ലേഡി ഐ സോ. ചേച്ചിന് മാത്രം ഞാൻ അതിലൊരു ഇതായിട്ട് കണ്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി നിങ്ങളായിരിക്കും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വഴി എനിക്ക് 4-5 പേർക്ക് ദുബായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതാണ് കൂടുതലും റെഫറൻസ് തന്നെയാണ് വരുന്നത്. കാരണം ഒരു വർക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്യും നമുക്ക്. അതുകൊണ്ട് ഇപ്പം ഞാൻ മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ വെബ്സൈറ്റ് വേണമെന്ന് ചോദിച്ചൊന്നും ഞാൻ ആരെയും വിളിക്കാറൊന്നുമില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് പറയും ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെ വരുന്ന വർക്കുകളാണ് നമുക്കിപ്പോൾ കൂടുതലും. അല്ലാതെ മാർക്കറ്റിംഗ് ഇപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. എങ്കിലും സോഷ്യൽ മീഡിയയുടെ ആയിരിക്കും നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് അറിയണമല്ലോ ലോകം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ മാർക്കറ്റിംഗ് ടിപ്സുകളൊക്കെ ചെയ്യുന്നു. അല്ലാതെ കൂടുതലായിട്ട് ഞാനിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നു. ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഇപ്പം നമ്മുടെ പ്രേക്ഷകർ കൂടുതൽ ആളുകളും ഓൺട്രപ്രണേഴ്സ് ആണ്. പക്ഷേ ഇപ്പം സ്പാർക്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂ എടുത്ത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ലേഡീസ് ഇന്റർവ്യൂവിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേര് ഇപ്പം ഞാൻ ഇങ്ങനെ വരുന്നത്, ഞാൻ എടുത്തേക്കുന്ന ഇന്റർവ്യൂസിൽ കൂടുതലും വുമൺ ഓൺട്രപ്രണേഴ്സിന് ഇന്റർവ്യൂ ആണ്. അപ്പൊ കൂടുതൽ ഫോളോവേഴ്സ് വരുന്നതും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വുമൺസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാകും, കുറേ പേര് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളൊക്കെ കടന്നു വന്ന സിറ്റുവേഷനോട് കടന്നു വന്നേക്കുന്നവരുണ്ടാകും. പക്ഷെ ഇവർക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ഒരു സിംഗിൾ മദർ ആയിരുന്നു. ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോന്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് ആരുടെയും മുന്നിൽ കൈനീട്ടാതിരിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഓൺട്രപ്രണർ ആവുന്നത്. ഇന്ന് ചേച്ചിക്ക് അങ്ങനെയുള്ളൊരു വിഭാഗത്തിനോട് എന്താണ് പറയാനുള്ളത്? ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞു, ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട സീന ചേച്ചിയാണ്. സീന ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചേച്ചിക്ക് അവരുടെ എന്താണ് പറയാനുള്ളത്? പ്രതിസന്ധികളിൽ ഒരിക്കലും നമ്മൾ തളരാതെ ഇരിക്കുക. പ്രതിസന്ധി പലരും നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഇവർ നമ്മളെ തളർത്താനായിട്ട് പലരും വരും. അവരങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അത് അങ്ങനെ
ആ ഒരു രീതിയിൽ നോക്കട്ടെ. നമ്മുടെ മനസ്സാക്ഷിക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മളുടെ ശരി അത് എന്താണെന്നോ അതിനു വേണ്ടി മുന്നോട്ട് പോകുക. അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തോണ്ട് ഞാനിപ്പോഴും പറയും ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് റൺ. ലെഫ്റ്റ് റൈറ്റ് നോക്കണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ പോകാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു. ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ അടുത്തും പറയണം ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് റൺ. ലെഫ്റ്റ് റൈറ്റ് നോക്കണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി. അതായത് നമ്മളുടെ ആ എയിം ആയിരിക്കണം, നമ്മൾ എവിടെയാണോ എത്താന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് എത്തുക എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ മറ്റുള്ളവർ പറയണതൊന്നുമുണ്ട്. കാരണം ഇവരൊന്നും എൻ്റെ ഓഫ് ദ ഡേ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല. പിന്നെ ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു മോറലായിട്ട് പോലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നമുക്ക് ശരിയായിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ എയിം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള വഴികളുണ്ടാവും. ഇപ്പൊ കുറ്റപ്പെടുത്തുന്നവർ നാളെ നമ്മൾ ശരിയാണെന്ന് പറയും പേരുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ അത് ഫേസ് ചെയ്തോണ്ടിരിക്കും. പണ്ടൊക്കെ അവളെന്താ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയ സമയത്തൊക്കെ അങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞവരും കണ്ടാൽ മിണ്ടില്ലാത്തവരും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നവരുണ്ട്, എത്രയോ പേരുണ്ട്. അതായത് നമ്മളൊരു നല്ല എത്തി കഴിയുമ്പോഴേ ആൾക്കാർക്ക് നമ്മള് രാവിലെ തൊടുപുഴയിൽ നിന്ന് ഭാഗം തൂക്കി എറണാകുളത്തേക്ക് വരുമ്പോ അതിനും കേൾക്കും, അതിന് ഇഷ്ടം പോലെ. അല്ല എനിക്കത് മനസ്സിലാക്കാൻ അറിയാലോ, എനിക്ക് തന്നെ അറിയാലോ. കാരണം നമുക്കിപ്പോൾ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്ത് ചിലപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് അല്ലെങ്കിൽ മിക്കവാറും കലുവിടുത്തെ ബെസ്റ്റ് ബേക്കറിയിൽ ഞാൻ ഒരു 45 ക്ലയന്റിനെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള അവിടെ ചെന്നിരിക്കും. 4-5 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ അവർക്കറിയാം നമ്മൾ ക്ലയന്റ് മീറ്റിങ്ങിനാണ് വന്നത്. ഒരു ചായ പറയും, 2 ചായ പറയും. 11 മണിക്ക് വരാമെന്ന് പറഞ്ഞ ക്ലയന്റ് ചിലപ്പോൾ വന്നെ 12:30 ആയിരിക്കും. അതുവരെ നമ്മളവിടെ ഇരിക്കുകയാണ് ഈ ചായ കുടിച്ചോണ്ട്. എത്ര ചായ കുടിക്കൂലേ, എത്ര ചായ കുടിക്കും അങ്ങനെയുള്ളത്. അതേപോലെ ഞാൻ ഈ തൊടുപുഴയിൽ നിന്ന് വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്ത് തലേദിവസം ഫിക്സ് ചെയ്തിട്ടായിരിക്കുമല്ലോ രാവിലെ നമ്മൾ അവിടെ നിന്ന് ബാഗ് എടുത്തോണ്ട് പോരുന്നത്. ഇവിടെ എത്താറാകുമ്പോഴായിരിക്കും പറഞ്ഞത് 12:30 പറഞ്ഞേക്കണം മീറ്റിംഗ്. അയ്യോ ഇന്ന് എനിക്ക് പറ്റത്തില്ല, വേറെ അപ്പോയിൻമെന്റ് ഒന്നും നടക്കത്തില്ല, പിന്നെ ഒരു ദിവസം നമുക്ക് ഇരിക്കാന്ന് പറയുന്നത്. നമ്മളപ്പോഴത്തേക്ക് എത്താറായി ഇവിടെ. നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. അതൊക്കെ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊന്നും എന്താ പറയാ ഇട്ടിട്ട് പോകരുത്. നമ്മളെന്താണോ നമ്മൾ നിശ്ചയിച്ചിരിക്കണം അത് നമ്മൾ എന്താണെങ്കിലും എത്തിപ്പിടിക്കുക തന്നെ വേണം. അതേ ഉള്ളൂ. അതാണ്. അതിപ്പോ സംരംഭകനായാലും സംരംഭകയായാലും അവരാ എത്തേണ്ട സ്ഥലത്ത് നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് നമ്മൾ എത്തിപ്പിടിക്കണം. അപ്പൊ ചേച്ചിയുടെ സ്വപ്നങ്ങളിലേക്ക് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനും രംഗു കൂടെയുണ്ട്. ഇനി മുന്നോട്ടും ഉണ്ടാകും. ഫ്ലൈ ഓൺ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും ചേച്ചി. അപ്പൊ ഇത്രയും നല്ലൊരു കഥ കുറച്ചുകൂടി സംസാരിച്ച് നമ്മൾ രണ്ടുപേരും ഇരുന്ന് കരഞ്ഞു പോയേനെ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്റ്റോറി. ചേച്ചി ഒരു ഫിനിക്സിനെ പോലെ വളർന്നു വന്നൊരു ആളാണ്. അപ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയായിട്ട് തന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്.